എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർക്കറ്റ് ഓപ്പണിംഗ് തന്നെ CPR-നുള്ളിൽ ഓപ്പണായി. അതിനുശേഷം അപ്പിൽ പോകാതെ വൺ സൈഡ് താഴോട്ട് പോയി. പക്ഷേങ്കിൽ ഇവിടെ നോക്കിയാൽ അറിയാം, ഇത് S1, S2, S3യിൽ സപ്പോർട്ട് എടുത്ത് ഇച്ചിരി കയറി മാർക്കറ്റ് ക്ലോസിംഗ് ആയപ്പം കുറച്ച് കയറിയിരിക്കുന്നു. പക്ഷേങ്കിൽ ഇത് വീക്കായിട്ടുള്ള ക്ലോസിംഗ് ആണ്. ബാങ്ക് നിഫ്റ്റിയാണ് മാർക്കറ്റിനെ നല്ല രീതിയിൽ കൊണ്ട് ഏകദേശം 1% ബാങ്ക് നിഫ്റ്റി താഴെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇവിടെ പ്രൊഡിക്റ്റീവ് ചാനൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ പ്രൊഡിക്റ്റീവ് ചാനലിൻ്റെ 4 ലെവലിലെ 3-4 ലെവലിൻ്റെ സപ്പോർട്ട് അവിടെ വന്നിട്ട് അത് സപ്പോർട്ട് എടുത്ത് നിൽക്കുമായിരുന്നു. ആവറേജിൽ സപ്പോർട്ട് എടുത്ത് നിൽക്കും. ഈ സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത് ആവറേജാണ്. ആ ആവറേജ് സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നു. പക്ഷേ ഇതിൻ്റെ നിപ്പ് കണ്ടിട്ട് വീണ്ടും കുറച്ചുകൂടെ വീക്ക് ആകാനാണ് ചാൻസ് ഉള്ളത്. അപ്പോൾ വരും ദിവസങ്ങളിൽ മാർക്കറ്റ് നമ്മുടെ നിഫ്റ്റി ഡേ ചാർട്ട് നോക്കുവാണെങ്കിൽ പ്രൊഡിക്റ്റീവ് ചാനൽ വേണ്ട, നിഫ്റ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഒരു സപ്പോർട്ട് എടുക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ് 24,400. അവിടെ സപ്പോർട്ട് എടുത്തില്ലെങ്കിൽ നേരെ 23,900 റേഞ്ചിലോട്ട് വരും. ഈ റേഞ്ച് വന്ന് സപ്പോർട്ട് എടുക്കാനൊരു ചാൻസ് ഉണ്ട്. 24,400, 350 ആ റേഞ്ചിലോട്ട് വന്നിട്ട് ചാൻസ് എടുക്കാൻ സാധ്യതയുണ്ട്. ഇതിപ്പോഴും നിഫ്റ്റി ഇപ്പം ഒരു ഡൗൺ ട്രെൻഡ് വന്നതിന് ശേഷം ഒരു ഹെവി മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഓൾ ടൈം ഹൈ ചിലപ്പോൾ നിഫ്റ്റി ബ്രേക്ക് ചെയ്യും. ഇതുവരെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ 25,700 വരെ, ഇപ്പോൾ 25,700 വരെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ റേഞ്ച് വരെയാണ് ഇറങ്ങും. ഏകദേശം ആ റേഞ്ച് വന്നിട്ടാണ് ഈ മാർക്കറ്റ് ഇറങ്ങിയത്. ഇനി അടുത്തൊരു ചാൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഡേ ചാർട്ടിൽ നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ ട്രെൻഡ് ലൈൻ നോക്കുകയാണെങ്കിൽ നമുക്ക് പല രീതിയിൽ നമുക്ക് നോക്കാൻ പറ്റും. പക്ഷേങ്കിൽ ഇത് കണ്ടില്ലേ, ഈ ഒരു ഇത് ബ്രേക്കായി നിൽക്കും. അപ്പം എനിക്ക് തോന്നുന്നത് ഈ റേഞ്ചിലോട്ട് ചിലപ്പോൾ വരാം. കാരണം ഇനിയും നമുക്ക് നല്ല ഹെവി വെയിറ്റ് ആയിട്ടുള്ള ഷെയർസിൻ്റെ റിസൾട്ടുകൾ വരാനുണ്ട്. എനിക്കൊന്ന് റിലയൻസിൻ്റെ ഇന്ന് ഈവനിങ്ങിൽ വരുമെന്ന് തോന്നുന്നു. പിന്നെ HDFC ബാങ്ക്, ICICI ബാങ്ക് ഒക്കെ നാളെ വരും. അതിനുശേഷം വേറെ പിന്നെ ഷെയർസും ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വെയിറ്റേജിൻ്റെ അനുസരിച്ചിരിക്കും അടുത്ത ഒരു മൂവ്മെൻറ്റ്, ഹെവി മൂവ്മെൻറ്റ്. എനിക്ക് തോന്നുന്നത് അതിൻ്റെ കൂടെ പിന്നെ ഈ താരിഫിൻ്റെ ഒക്കെ ഒരു ഇത് അടുത്ത മാസം ആദ്യം കണ്ടാണ് തീരുമാനിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അതിലൊക്കെ ചെറിയ നെഗറ്റീവായിട്ടുള്ള ഒരു ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ലെവലുകൾ നിഫ്റ്റി പ്രതീക്ഷിക്കുക. 24,400, 23,900 എന്നൊക്കെയുള്ള ഏരിയ പ്രതീക്ഷിക്കാം. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ഈ ഒരു ഏരിയ നേരത്തെ റെസിസ്റ്റൻസ് ആയിട്ട് എടുത്തിട്ടുള്ള ഒരു ഏരിയ ആണിത്. അത് പിന്നെ പൊട്ടി തിരിച്ച് കയറി പുതിയ ഇതിപ്പോൾ വരുമ്പം ഇതിനി ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. 54,400 ഈ റേഞ്ച്, നമ്മൾ ഈ പറയുന്ന റേഞ്ചിൽ നിന്നൊക്കെ ഒരു 0.5%, 1% മുകളിലും താഴെയായിട്ടൊക്കെ നിൽക്കുക. 1% വരുമെന്ന് തോന്നുന്നില്ല. ചിലപ്പോൾ 54,200 അല്ലെങ്കിൽ 54,500 ആ റേഞ്ചിൽ നിന്നൊക്കെ ആയിരിക്കാം ചിലപ്പോൾ തീരുന്നത്. പക്ഷേ ഏകദേശം മാർക്കറ്റ് തിരിച്ച് ബൗൺസ് ആകാനുള്ള ഒരു ചാൻസ് ഈ ബാങ്ക് നിഫ്റ്റിയിൽ ഈ റേഞ്ചാണ് ഇപ്പോഴത്തേത്. നിഫ്റ്റിയിലാണെങ്കിൽ 24,400, 24,450 ആ റേഞ്ച്, ഒരു 50-100 പോയിന്റ് മുകളിലും താഴെയായിട്ടുള്ള ആ റേഞ്ചിൽ നിന്ന് ബൗൺസ് ആകാൻ ചാൻസ് കൂടുതലാണ്. ഇപ്പം പല ബാങ്കിൻ്റെ ഷെയർസിനകത്തൊക്കെ നല്ല സെല്ലിങ് ഉണ്ടായിരുന്നു. അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ റിസൾട്ടിനെ അനുസരിച്ച്, ക്വാർട്ടർലി റിസൾട്ടിനെ അനുസരിച്ചുള്ള മൂവ്മെൻറ്റ് മാർക്കറ്റ് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തിരുന്ന ഷെയറുകൾ, ഇത്തരം ഷെയർ ഇതിനകത്തൊക്കെ നല്ല സൂപ്പർ ചാൻസുകൾ തന്ന ഷെയറാണ് ഇക്സിഗോ, പിന്നെ HGSA, KSolve, Q-Power, ഈ പ്ലൈറ്റ് ഇൻഡസ്ട്രീസ്, യാത്ര എന്നൊക്കെ പറയുന്ന ഷെയർ, അതുപോലെ ഈ UPL, പ്രസ്റ്റീജും തന്നെന്നാണ് തോന്നുന്നത്, സോണാകോം. ഇതിനകത്തൊക്കെ നമുക്ക് ഒന്നുകിൽ നമുക്ക് വീക്ക്നെസ് തോന്നിയാൽ നമ്മൾ CPR-ൻ്റെ ലെവലിൽ നമുക്ക് കിട്ടുന്നില്ല എന്നാണ് നമുക്ക് പ്രൊഡിക്റ്റീവ് ചാനൽ വെച്ചിട്ട് അതിൻ്റെ ലെവൽ നോക്കി നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു 3-4 ഷെയർ നമുക്ക് നോക്കാം. നല്ല മൂവ്മെൻറ്റ് വന്ന ഷെയർ ഒന്ന് Q-Power എന്ന് പറയുന്ന ഷെയർ ആയിരുന്നു.
അത് ഞാനെടുത്ത രീതി അതിനകത്ത് പറഞ്ഞുതരാം. ഞാൻ എങ്ങനെയായിരുന്നു ക്യൂ പവറിനകത്ത് ചാൻസ് എടുത്തേ. ക്യൂ പവർ ഇവിടെ നോക്കിയാൽ അറിയാം. ഓപ്പണിങ് ഫ്ലാറ്റ്, ഇവിടെ ഓപ്പണിങ് വരും കണ്ടില്ലേ, ഈ ഗ്രീൻ കളർ. അപ്പോൾ ഇതിൻ്റെ താഴെയാണ്, ഇവിടെയാണ് ഓപ്പണിങ് വന്നിട്ട് നേരെ കയറി പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, R1 അടിച്ചു, R2 അടുത്ത് വരെ പോയി. R2 അടുത്ത് വരെ പോയിട്ട് ഇറങ്ങുമ്പോൾ നമുക്കിവിടെ ഇവിടുന്ന് ഈ റേഞ്ച് കട്ടാകുമ്പോൾ നമുക്ക് ഒരു നല്ല ഗ്യാപ്പുണ്ട്. അതായത് 930 എന്ന 902. അപ്പോൾ നമ്മൾ ഈ 902 കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എൻട്രി എടുത്താൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇത്രയും പോകും. അപ്പോൾ ഇത്രയും പോകുമ്പം നമുക്ക് ഹെവി ലോസ് ആയിപ്പോൾ. അഥവാ ഇത് ഗ്രഹപ്പഴയ്ക്ക് തിരിച്ച് കയറിപ്പോയെങ്കിൽ നമ്മളെ ഈ സ്റ്റോപ്പ് ലോസ് അടിച്ചെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും. അപ്പം നമ്മൾ എന്തോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം ഈ റേഞ്ച് ഇത്ര ഒരു ഹൈ ജസ്റ്റ് അടിച്ചു, ഒരു 5 രൂപ 6 രൂപ ഡിഫറൻസ് വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇവിടുന്ന് ഒരു ബൗൺസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ആ ബൗൺസിൻ്റെ ഒരു സ്ട്രെങ്ത് നോക്കുക. ഇവിടെ നോക്കിയാൽ ബൗൺസ് ചെറിയ ബൗൺസാണ് വരുന്നത്. ഒറ്റയടിക്ക് ഇങ്ങനെ കയറുമല്ലോ ചെയ്യുന്നത്. ചെറുതായിട്ടൊരു 5 മിനിറ്റിൽ ഒരു ചെറിയ മൂവ്മെൻറ്റ് നടന്നു, 2 3 ക്യാൻഡിൽ, അതായത് 15 മിനിറ്റോളം വലിയ മൂവ്മെൻറ്റിലായിരുന്നു. പിന്നെ ഒന്ന് കയറി, പെട്ടെന്ന് കയറിയപ്പോൾ ഇവിടെ ഇറങ്ങുന്നതാണ്. അപ്പം നമുക്ക് ഈ റേഞ്ച് നമുക്ക് ഏകദേശം മനസ്സിലാവും. ഈ റേഞ്ച് മനസ്സിലാവും, ഇവിടുന്ന് താഴെ പോകുമെന്ന് മനസ്സിലാവും. അപ്പം നമുക്ക് പിന്നെ രണ്ടാമത് ഇവിടെ വന്ന് തിരിച്ച് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് എടുക്കാം. അതല്ല എങ്കിൽ ഈ റേഞ്ചിൽ നിന്നും എടുക്കാം. പക്ഷേങ്കിൽ അതിന് നമുക്ക് മാർക്കറ്റ് എക്സ്പീരിയൻസ് വേണം. മാർക്കറ്റ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അവിടുന്ന് നമ്മളിപ്പോൾ 901 എടുത്താൽ പോലും നമുക്ക് 857 വരെ വരുന്നുണ്ട്. ഞാനിവിടെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറയുന്നത് എന്തിനാണെന്നറിയാമോ? ഇത്രയും ഹൈ എന്നാണ് വരുന്നത്. അതായത് ഒരു 3% താഴെ പോകുമ്പോഴാണ് നമുക്ക് ലെവൽ കിട്ടുന്നത്. അപ്പം നമ്മളൊന്ന് തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തതിൻ്റെ ബൗൺസ് ഒന്ന് എത്രയുണ്ട്, ബൗൺസിൻ്റെ ഒരു സ്ട്രെങ്ത് എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നല്ലൊരു മൂവ്മെൻറ്റ് പിന്നീട് കിട്ടിയിട്ടുണ്ട്. നല്ല സൂപ്പർ മൂവ്മെൻറ്റ് അതിനകത്ത് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഇക്സിഗോ എന്ന് പറയുന്ന ഷെയർ ഇവിടെ നോക്കിയാൽ അറിയാം. ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈ അടിച്ചിട്ട് 214.70 റേഞ്ച് എന്നത് 201 വരെ വന്നു. അപ്പോൾ നല്ലൊരു പ്രോഫിറ്റ് അതവിടെ 14 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കൊടുത്തു. പക്ഷേങ്കിൽ അതിനുശേഷം ആ ഷെയർ കണ്ടില്ലേ, ആ ഷെയറിൻ്റെ റിസൾട്ട് നല്ലതാണ്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള സ്ട്രെങ്ത് ആ ഷെയറിനകത്തുണ്ട്. അത് തിരിച്ച് വീണ്ടും കയറി ഹൈ അടിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്തുവാ, നമ്മളൊന്ന് വെയിറ്റ് ചെയ്യും. നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് അടുത്ത ലെവലിൽ പോകുന്നോ നോക്കും. അതല്ല പിന്നെ തിരിച്ച് ഈ ലെവൽ തന്നെ കട്ട് ചെയ്ത് നോക്കും. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് നേരെ അടുത്ത ലെവലിൽ പോകുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ അറിയാം, എന്നിട്ട് ഇവിടെ ഒരു ഇത് ഫ്ലാഷ് അടിക്കുന്ന ഒരു ഹൈ അടിച്ചു. ഇതിനകത്ത് നമുക്ക് എൻട്രി നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. പെട്ടെന്ന് അടിച്ച് തിരിച്ചിറങ്ങാം. അപ്പോൾ നമ്മൾ എടുക്കത്തില്ല എൻട്രി. സ്റ്റോപ്പ് ലോസ് ഇട്ട് എടുക്കുന്നവർക്കൊക്കെയാണ് പണി കിട്ടും. സ്റ്റോപ്പ് ലോസ് ഇട്ട് എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ചെയ്യുന്ന രീതി നമ്മൾ നോക്കിയിരുന്ന് ചെയ്യണം. ഇവിടെ അഥവാ എടുത്തെങ്കിൽ പോലും 214 നമ്മൾ എൻട്രി എടുത്തെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് 1 രൂപയുള്ളൂ. 1 രൂപ അടിച്ചു പോയിക്കോട്ടെ, സാരമില്ല. അടിച്ചു പോയി കഴിയുമ്പോൾ നമ്മൾ നോക്കേണ്ടത് അടുത്ത ലെവലിൽ പോകുന്ന നോക്കുക. അതല്ല തിരിച്ച് ഇവിടെ വീണ്ടും ഇറങ്ങണം, നമ്മൾ ഇവിടെ അന്നേരം എൻട്രി എടുക്കും. ഇത് അടുത്ത ലെവലിൽ പോയിട്ട് തിരിച്ചിറങ്ങി, തിരിച്ചിറങ്ങി കഴിയുമ്പോൾ നമ്മളിവിടെ മുകളിൽ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും. ഇവിടുന്ന് എടുത്തില്ലെങ്കിൽ ഏകദേശം 10 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അവിടെയും കിട്ടുന്നുണ്ട്. അടുത്തൊരു ഷെയർ പ്ലേറ്റ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഷെയർ. പ്ലേറ്റ് ഇൻഡസ്ട്രീസ് ഇവിടെ ഓപ്പണിംഗ് ക്യാൻഡിലിൽ ഇവിടെ ഹൈ ഓപ്പണിംഗ് വന്നു, ഇവിടെ കട്ട് ചെയ്തു. ഞാൻ ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് പറയുന്നത്. ഇവിടെ കട്ട് ചെയ്തു 314 കട്ട് ചെയ്ത് നമ്മൾ എൻട്രി എടുത്താൽ നമുക്ക് അത് 311 3 രൂപ പ്രോഫിറ്റ് വരുന്നുണ്ട്. പക്ഷേ തിരിച്ച് കയറിപ്പോയി അതെന്താ ചെയ്തേ? ഇവിടെ നോക്കിയാൽ ഫസ്റ്റ് ക്യാൻഡിലെ ഹൈ അടിക്കുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന അടുത്ത ലെവലിൽ പോകുന്ന നോക്കുക. ഇത് അടുത്ത ലെവലിൽ പോയി ജസ്റ്റ് ഫ്ലാഷ് അടിച്ചിട്ട് ഇറങ്ങിയാണ്. അപ്പോൾ നമുക്ക് ഈ റേഞ്ചിൽ എവിടെയെങ്കിലും എൻട്രി എടുക്കാം. 319 18 രൂപയ്ക്ക് എൻട്രി എടുത്താൽ പോലും നമുക്ക് 302 നല്ല ഹെവി പ്രോഫിറ്റ് ഇവിടെ കിട്ടുന്നുണ്ട്. അതിനുശേഷം നമുക്ക് പ്രസ്റ്റീജ് എന്ന് പറയുന്ന ഷെയർ. ഇവിടെ നോക്കിക്കേ, ഓപ്പണിങ്ങിൽ ഇവിടെ ഓപ്പണായി, അതിനുശേഷം പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, ഇവിടെ ഇറങ്ങി 1797 എന്നത്
82 എന്നപ്പോൾ മോശമല്ലാത്തൊരു പ്രോഫിറ്റാണ്. ഒരു 14 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ ബുക്ക് ചെയ്യാൻ പറ്റും. അത് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത ചാൻസ് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ തിരിച്ചിത് നോക്കി വന്ന് 2 ഹൈ അടിച്ചു. 2 ഹൈ അടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അടുത്ത ലെവലിൽ പോകുന്ന നോക്കുക, പോയില്ല, തിരിച്ച് ഈ ലെവൽ കട്ട് ചെയ്തു. ഈ ലെവലിൽ കട്ട് ചെയ്യുമ്പോൾ നമ്മളിവിടെ ഒരു സ്റ്റോപ്പ് ലോസ് 1810 സ്റ്റോപ്പ് ലോസ് ഇട്ടുക, 10 കൂടി സ്റ്റോപ്പ് ലോസ് ഇട്ടു. 797 റേഞ്ചിൽ നിന്ന് എൻട്രി എടുത്താൽ നമുക്ക് 772 വരെ നല്ല സൂപ്പർ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. അതുപോലെ UPLനകത്തും കുറേ എല്ലാ ഷെയറിനും മിക്കവാറും ഷെയറിനകത്തെല്ലാം ചാൻസ് ഉണ്ടായിരുന്നു. UPL ഇവിടെ നോക്കിയാൽ അറിയാം, ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈ അടിച്ചു ഇറങ്ങി. ഇത് നമ്മൾ നോക്കിയിരുന്ന ഇത് പെട്ടെന്നായിരിക്കും മൂവ്മെന്റ് വന്നിട്ട് പെട്ടെന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ നോക്കിയിരുന്ന് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് ഇതിനകത്ത് എൻട്രി കിട്ടുന്നത് 697, 96 റേഞ്ച് എൻട്രി എടുത്താൽ 685 വരെ നല്ലൊരു പ്രോഫിറ്റ് അത് കൊടുക്കുന്നു. ലാസ്റ്റ് പിന്നെ അത് പുതിയ ലോയിലോട്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കുറേ ഷെയർ നോക്കി ഇതുപോലുള്ള സെയിം മൂവ്മെൻറ്റുകളാണ് ഈ നമ്മൾ ഈ പറയുന്ന എടുക്കുന്ന ഷെയർസിനകത്തൊക്കെ നടക്കാറുള്ളത്. പിന്നെ ചില ഷെയറിനകത്ത് പണി കിട്ടും. ആ പണി കിട്ടുന്ന സമയത്ത് നമ്മൾ ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ട് നമ്മുടെ കപ്പാസിറ്റിക്ക് ഉള്ളിൽ നിൽക്കുന്ന രീതിയിൽ ട്രേഡ് എടുക്കുക. അതായത് ക്വാണ്ടിറ്റി കുറച്ചിട്ട് നമ്മുടെ കപ്പാസിറ്റിക്ക് ഉള്ളിൽ നിൽക്കുന്ന രീതി പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ട്രേഡ് എടുക്കുക. എന്നാലും നമുക്ക് ഇപ്പോൾ 1-2 സ്റ്റോപ്പ് ലോസ് അടിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് പ്രോബ്ലം ഇല്ല. നമ്മൾ മൊത്തത്തിൽ നോക്കിയാൽ നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കും. പക്ഷെ നമ്മൾ ആ ചെയ്യുന്ന റൂൾ അതുപോലെ നമ്മൾ ഫോളോ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അതുപോലെ നമ്മൾ ഈ എന്തിനു പറയുന്നത് ഈ എല്ലാവരും ഓർക്കുന്ന ട്രേഡിങ് ഇപ്പം നമ്മളിങ്ങനെ കണ്ടു ഇത് കാണുമ്പോൾ ഈസിയാന്ന് തോന്നും. പക്ഷേങ്കിൽ ലൈവ് മാർക്കറ്റ് വരുമ്പോൾ നമുക്ക് പേടി വരും. അത് ആരുടെയും കുഴപ്പമില്ല, അത് അങ്ങനെയാണ് മാർക്കറ്റ്. നമ്മുടെ ഇട്ടിരിക്കുന്ന പൈസ നമുക്ക് ലോസ് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഇതൊക്കെ അങ്ങ് മാറും. നമ്മുടെ ഒരു ഇപ്പം ഇത് കാണുമ്പോൾ നല്ല സൂപ്പറായിട്ടൊക്കെ എല്ലാം കറക്റ്റായിട്ടൊക്കെ വരും. പക്ഷെ മാർക്കറ്റ് ടൈമിൽ അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഇപ്പം ഈ ഒരു ക്യാൻഡിലിൽ ഇവിടെ കട്ട് ചെയ്യുന്ന പറഞ്ഞാലും ഈ ക്യാൻഡിൽ ഈ ഒരു ബോഡിയുടെ ഉള്ളിൽ പല പ്രാവശ്യം കയറി വരും ആ ഒരു 5 മിനിറ്റിനുള്ളിൽ. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് പേടി വരും. അങ്ങനെ പേടി മാറി നമുക്കിത് ചെയ്യണം. പേടി മാറി നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ഒരു സ്ട്രാറ്റജി ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വർക്കാവുന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് തന്നെയല്ല പിന്നെ മാർക്കറ്റിൽ എപ്പോഴും ഇരുന്നിട്ട് നമ്മൾ എന്താണ് പറയുന്നത് എല്ലാ ഷെയറിനകത്തും നമുക്ക് പ്രോഫിറ്റ് കിട്ടത്തില്ല. 100% പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഓപ്പറേറ്റർക്ക് പോലും പറ്റത്തില്ല. അപ്പോൾ പിന്നെ നമ്മുടെ കാര്യം പറയാനുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം മൊത്തത്തിൽ നമ്മളൊരു ദിവസം ഒരു 10 ട്രേഡ് എടുത്തെങ്കിൽ നമുക്ക് 8 ട്രേഡ് ഈസി ആയിട്ട് നല്ല ട്രേഡ് പ്രോഫിറ്റ് ആക്കാൻ പറ്റും. 2 ഷെയറിനകത്ത് പോകും. എനിക്ക് എല്ലാ ദിവസവും ഈ സ്റ്റോപ്പ് ലോസ് പല പ്രാവശ്യം പോകാറുണ്ട്. പക്ഷേങ്കിൽ മൊത്തത്തിൽ നോക്കുമ്പം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു ചെറിയ പ്രോഫിറ്റ് എടുക്കാറുണ്ട്. സ്റ്റോപ്പ് ലോസ് എപ്പോഴും അടിക്കും. സ്റ്റോപ്പ് ലോസ് അടിച്ചെന്ന് പറഞ്ഞാലും പിന്നെ ആ ഷെയറിനകത്ത് പോയി വാശിക്ക് പോയി ട്രേഡ് എടുക്കത്തില്ല. അതിനകത്ത് വീണ്ടും ചാൻസ് കിട്ടുവാണെങ്കിൽ മാത്രം എടുക്കുക, അല്ലെങ്കിൽ വിട്ടേക്കും. അല്ലെങ്കിൽ അടുത്ത ഷെയർ നമ്മൾ ഓൾറെഡി 10-12 ഷെയർ എടുക്കുക. അതിനകത്ത് ഏതെങ്കിലും ഷെയറിനകത്തൊക്കെ നല്ല ചാൻസുകൾ കിട്ടും. അപ്പം ഇപ്പോൾ CPR വെച്ച് കിട്ടിയില്ലെങ്കിൽ പ്രൊഡിക്റ്റ് ചാനൽ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുക. അതിനകത്ത് അങ്ങനെ കിട്ടുമെങ്കിൽ നമ്മൾ അങ്ങനെ എടുക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നാളത്തേനുള്ള ഷെയർ അതായത് തിങ്കളാഴ്ചത്തേനുള്ള ഷെയറുകൾ നമ്മൾ ഇവിടെ നോക്കി ഈ GMDC ഒക്കെ നല്ല ഹെവി മൂവ്മെൻ്റ് ആയിരുന്നു. ഇതിനകത്തൊക്കെ നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട് തിങ്കളാഴ്ച. അതായത് ഹൈയെ R1 റേഞ്ച് പോയിട്ട് കിട്ടണമെങ്കിൽ നല്ല ചാൻസ് കിട്ടും. ഓപ്പണിങ്ങിൽ ഒരു ഹെവി മൂവ്മെൻറ്റ് വന്ന് R1 റേഞ്ച് പോയിട്ട് ഇറങ്ങുന്നതുകൊണ്ട് നല്ല ചാൻസ് ആയിരിക്കും. ഓപ്പണിങ്ങിൽ താഴെ ഓപ്പണിംഗ് ആണെങ്കിൽ ഇത് ചിലപ്പോൾ തിരിച്ച് വീണ്ടും പോയി ഹൈ അടിച്ച് നല്ല രീതിയിൽ കയറിപ്പോകാനൊരു ചാൻസ് ഉണ്ട്. എന്തായാലും ഹൈ ഓപ്പണിങ് വരുവാണെങ്കിൽ ലെവലുകൾ കട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ 43 മുകളിൽ ഓപ്പണിങ്ങിൽ പെട്ടെന്ന് 437-38 ഓപ്പണായി പെട്ടെന്ന് 43-45 അങ്ങനെ പോയിട്ട് 43 കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ ചാൻസ് എടുക്കാം. ഓപ്പണിങ്ങിൽ വൺ സൈഡ് മൂവ്മെൻറ്റ് വരെ 460 പോയി കിട്ടുവാണെങ്കിൽ സൂപ്പർ ചാൻസ് ആയിരിക്കും. മണാലി പെട്രോ എന്ന് പറയുന്ന ഷെയറിനകത്ത് ഹൈ R1 റേഞ്ചിൽ നിന്നൊക്കെ ചാൻസ് പ്രതീക്ഷിക്കാം. ഭാഗ്യനഗറിനകത്ത് ഹൈ R1 റേഞ്ച് അതിങ്ങനെ തന്നെ. സരിഗമ ഹൈയും R1 ഏകദേശം അടുത്ത് ഈ 2 ലെവലിൻ്റെ മുകളിൽ പോയതിനു ശേഷം ഈ 2 ലെവലിൻ്റെ താഴെ പോയാൽ നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. വിംത ലാബും ഹൈയും R1 റേഞ്ചിൽ നിന്ന് നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട് ഈ ഷെയറിനകത്ത്. ഗരുഡ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ 165 റേഞ്ചിലൊക്കെ ഓപ്പണായി ഈ 165 ഈ റേഞ്ചിൽ ഓപ്പണായിട്ട് തിരിച്ച് കയറുവാണെങ്കിൽ ഒരു ബൈ ചെയ്യാം. പക്ഷേ എങ്കിൽ ഇതിൻ്റെ ആവറേജ് റേഞ്ച് വരെ പ്രതീക്ഷിക്കാവും 171 ആ റേഞ്ചിലോട്ട്.
ക്യുപ്പിഡ് കണ്ടിന്യൂസ് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത് നല്ല വലിയ കുഴപ്പമില്ല, എല്ലാ ദിവസവും ഒരു 2-3% കയറി ഇന്നൊരു നല്ല മൂവ്മെൻറ്റ് തന്നു. നല്ല മൂവ്മെൻറ്റ് തന്നപ്പം എനിക്ക് തോന്നുന്നത് അടുത്ത ദിവസം ഇതിനകത്ത് ചിലപ്പോൾ ഒരു സെല്ലിങ് വരാം ഈ R1 R2 റേഞ്ചിൽ നിന്ന്. ക്യാപിറ്റൽ സ്മോൾ ഫൈനാൻസ് ബാങ്ക് എന്ന് പറയുന്ന ഇതിൽ 350 ഹൈയും R1 ശ്രദ്ധിച്ചാൽ മതി. ഇതിനകത്ത് ഇൻഫോബിയും 435 R1 റേഞ്ച് R2 റേഞ്ചും നോക്കാം. ഹെറിറ്റേജ് ഫുഡിനകത്ത് 506 519 റേഞ്ചിലൊക്കെ ഏത് റേഞ്ചിൽ നിന്നാണ് ഫസ്റ്റ് തിരിയുന്നത് അവിടെ നല്ല എൻട്രി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഈ ഷെയർ ഞാൻ എടുത്തിട്ടേക്കുന്ന ഈ ഷെയറിനകത്ത് എനിക്ക് തോന്നുന്നു ഒന്നീ ഹൈ അല്ലെ R1, ഈ 2 റേഞ്ചിൽ നിന്ന് ഈ ഷെയറുകൾ തിരിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ എടുത്തിട്ടേക്കുക. അത് നിങ്ങൾ വാച്ച് ചെയ്യുക ആ ഷെയർ. പിന്നെ നമ്മൾ സാധാരണ പിന്നെ പറയുന്ന പോലുള്ള ഷെയറുകൾ, അതായത് പുതിയ രീതിയിൽ നമ്മൾ ചെയ്യുന്ന ഷെയറുകൾ, അത് വന്നിട്ട് ഈ ഒരു ഷെയർ ONGC എന്ന് പറയുന്ന ഷെയർ നോക്കുക. ONGCയുടെ ഇതിൻ്റെ ഹൈയോ R1 റേഞ്ച്, അതായത് ഹൈയോ R1 R2 ഒക്കെ അടുത്തടുത്ത വലിയ മൂവ്മെൻറ്റ് ഇല്ല. പക്ഷേ ഈ റേഞ്ചിൽ നിന്ന് ഏത് റേഞ്ചിൽ നിന്ന് തിരിഞ്ഞാലും ചിലപ്പോൾ വൺ സൈഡ് മൂവ്മെൻറ്റ് താഴോട്ട് തരും ഈ ഷെയർ. അപ്പോൾ ഈ ഷെയർ ശ്രദ്ധിക്കുക. ONGCയുടെ ഞാൻ അതിൻ്റെ റേഞ്ച് എടുത്ത് വെച്ചിട്ടുണ്ട്, നോക്കട്ടെ. ONGC 246 48 80 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 246 48 80 എന്ന് പറയുമ്പോൾ ഹൈയും R1 അതിൻ്റെ ഉള്ളിലായിരിക്കും. അപ്പോൾ ആ റേഞ്ചിൽ നിന്ന് തിരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഷെയർ ശ്രദ്ധിക്കുക. തിരിഞ്ഞാൽ ചിലപ്പോൾ ഒരു 5-6 രൂപയുടെ ഒക്കെ മൂവ്മെൻറ്റ് തരും. അടുത്ത ഷെയർ ജിന്ദാൽ സ്റ്റീലും 960 65 റേഞ്ച് എനിക്ക് മറ്റേ പുതിയതായിട്ടുള്ള രീതി. അപ്പോൾ നമുക്ക് 960 962 90 ഹൈ ആണ്, 63 92 R1 ആണ്. അപ്പോൾ ഈ റേഞ്ചിൽ നിന്ന് ഇത് താഴോട്ട് ഇറങ്ങിയാൽ ചിലപ്പോൾ നല്ലൊരു റേഞ്ച് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഷെയറും ശ്രദ്ധിക്കുക. അടുത്ത ഷെയർ ഇന്ത്യൻ ഹോട്ടലും 769 66 അതിനകത്ത് ലെവലൊന്നും കാണിക്കുന്ന നമ്മളാ നോക്കിയ രീതി വെച്ച് നോക്കുമ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ ഇതിനകത്തും പക്ഷേങ്കിൽ ഹൈ R1 റേഞ്ച് എന്ന ചാൻസ് കിട്ടാനാണ് സാധ്യത കൂടുതലുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഷെയർ ശ്രദ്ധിക്കുക. അടുത്ത ഒരു ഷെയറുകൂടെ ഡാൽമിയ ഫെറത്ത് എന്ന് പറഞ്ഞ ഷെയർ. ഡാൽമിയ ഫെറത്ത് R1 ഹൈ R1 റേഞ്ചിൽ നിന്ന് ചാൻസ് കിട്ടും. R1 ഇതിനകത്ത് R2 ചിലപ്പോൾ ചാൻസ് ഉണ്ട്. അപ്പോൾ R2 കിട്ടുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. അതല്ല R1 എന്നൊക്കെ കിട്ടുവാണെങ്കിൽ നോക്കി ചെയ്യുക അതിൻ്റെ അനുസരിച്ച്. പക്ഷേ ഇതിനകത്ത് വോളിയം ട്രേഡ് എടുക്കരുത്. ട്രേഡ് എടുത്താൽ പണിയാണ്. അപ്പോൾ വോളിയത്തിൽ ട്രേഡ് എടുക്കരുത്, ചെറിയ ക്വാണ്ടിറ്റിയിൽ ട്രേഡ് എടുത്ത് നോക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അടുത്ത ദിവസത്തേനുള്ള തിങ്കളാഴ്ചത്തേനുള്ള ഷെയറുകൾ. അപ്പോൾ ഈ ഷെയറുകൾ നോക്കി അതിനകത്ത് നമുക്ക് ചാൻസ് കിട്ടുമ്പോൾ മാത്രം എൻട്രി ചെയ്യാൻ ശ്രമിക്കുക. സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ട് വയ്ക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.